ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി ബ്രൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാഷേമോ തിയറി ഓഫ് സ്ട്രെയിൻലെസ് റിങ്സ് ആണ്. ഇത് വരുന്നത് തേർഡ് സെമിസ്റ്റർ ബിഫാം ഓർഗാനിക് കെമിസ്ട്രി 2യിലുള്ള പോർഷനാണ് ഫ്രം സൈക്ലോ ആൽക്കീൻസ്. 3 തിയറീസാണ് മെയിനായിട്ട് വരുന്നത്. ബേസ് സ്ട്രെയിൻ തിയറി, കോൾസൺ ആൻഡ് മോഫിറ്റ്സ് മോഡിഫിക്കേഷൻ, പിന്നെ മൂന്നാമത്തത് സാഷേമോ തിയറി. ഇത് മൂന്നും റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് സൈക്ലോ ആൽക്കീൻസുമായിട്ടാണ്. നമ്മൾ ബേസ് സ്ട്രെയിൻ തിയറി പറഞ്ഞപ്പോൾ അവിടെ വരുന്ന പല സൈക്ലോ ആൽക്കെയിൻസും അതിൻ്റെ ആംഗിൾ സ്ട്രെയിനും ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നമ്മൾ കണ്ടൊരു സൈക്ലോ ആൽക്കെയിൻ ആണ് 6 കാർബൺ വരുന്ന സൈക്ലോ ആൽക്കെയിൻ വിച്ച് ഇസ് സൈക്ലോ ഹെക്സൈൻ. ആ ഒരു സൈക്ലോ ഹെക്സൈൻ്റെ ആംഗിൾ സ്ട്രെയിൻ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരുന്നത് -10.5 ഡിഗ്രി ഡീവിയേഷൻ ആണ് ഫ്രം നോർമൽ ടെട്രഹൈഡ്രൽ ബോണ്ട് ആംഗിളിൽ നിന്ന് അത് കാണിക്കുന്നത്. അപ്പോൾ 120 ആണ് അതിൻ്റെ ബോണ്ട് ആംഗിൾ. നോർമൽ ടെട്രഹൈഡ്രൽ ബോണ്ട് ആംഗിൾ എത്രയാണ് നമുക്കറിയാം, 109.5 ഡിഗ്രി. അതിൻ്റെ ഡിഫറൻസ് വിൽ ബി 10.5 ഡിഗ്രി. ഓക്കെ, ആ ഒരു ഡീവിയേഷൻ ഉള്ളത് കൊണ്ട് സ്റ്റെബിലിറ്റീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആസ് ബേസ് സ്ട്രെയിൻ തിയറി പറയുന്ന പോലെ സൈക്ലോപെൻറ്റീനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി വേണ്ടിയിരുന്നത്. പക്ഷെ നമുക്കറിയാം അതങ്ങനെയല്ല. സൈക്ലോ ഹെക്സൈൻ ഈസ് മോർ സ്റ്റേബിൾ കമ്പയർഡ് ടു സൈക്ലോപെൻറ്റീൻ അല്ലേ. ഇതിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് ബേസ് സ്ട്രെയിൻ തിയറി പ്രകാരം എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാഷേമോ തിയറി പുതിയൊരു പ്രപ്പോസൽ കൊണ്ടുവന്ന തിയറി പ്രപ്പോസ് ചെയ്തത്. അപ്പം അത് പ്രകാരം എന്താണ് ഡിഫറൻസ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പം മെയിൻ ഡിഫറൻസ് ബേസ് സ്ട്രെയിൻ തിയറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബേ പ്രപ്പോസ് ചെയ്ത ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലോ ആൽക്കീൻസ് ആർ ഓൾ പ്ലെയിനർ. അതായത് അതിൽ വരുന്ന എല്ലാ കാർബണും ലൈസ് ഓൺ ദ സെയിം പ്ലെയിൻ അല്ലേ. ഒരേ നിരപ്പിൽ തന്നെയാണ് എല്ലാ കാർബണും കിടക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ പ്ലെയിനർ എന്ന് വിളിക്കുന്നത്. സോ ബേസ് സ്ട്രെയിൻ തിയറി പ്രകാരം ഓൾ ദ കാർബൺ ആറ്റം ആൻഡ് ഓൾ ദി ആറ്റംസ് റിമെയിൻ ഓൺ ദ സെയിം പ്ലെയിൻ. സോ ഇറ്റ്സ് എ പ്ലെയിനർ റിംഗ് സ്ട്രക്ചർ. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ടാണ് സാഷിമോ തിയറിയിൽ പറയുന്നത്. സോ സാഷിമോ തിയറി പ്രകാരം സൈക്ലോ ഹെക്സൈൻ അല്ലെങ്കിൽ സൈക്ലോ ആൽക്കീൻസ് ദേ ആർ നോട്ട് പ്ലെയിനർ. അത് നോൺ പ്ലെയിനർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. വിച്ച് മീൻസ് ദ കാർബൺ ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. പല പല പ്ലെയിനിലായിട്ടാണ് ഈ പറയുന്ന കാർബൺ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിന് വേറൊരു ടേമും കൂടി അവിടെ യൂസ് ചെയ്യാറുണ്ട്, പക്കേർഡ് അറേഞ്ച്മെൻറ്റ്. അതായത് ദ കാർബൺ ആറ്റംസ് ഓർ ദി ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ മോളിക്യൂൾ റിമെയിൻസ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. പല പ്ലെയിൻസിലായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സൈക്ലോഹെക്സൈൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം, C6H12. ഇതാണ് ജനറലായിട്ട് നമ്മൾ എഴുതുന്ന വരയ്ക്കുന്ന സ്ട്രക്ചർ അല്ലേ. ഇങ്ങനെയാണല്ലോ വരയ്ക്കുക. അപ്പം ഈ പറയുന്ന സഷെമോ തിയറി പ്രകാരം സൈക്ലോ ഹെക്സൈൻസിൻ്റെ പ്രത്യേകത വെച്ചാൽ അതെല്ലാം സെയിം പ്ലെയിനിലല്ല, ദർ ഓൾ റിമെയിനിങ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ ഒരു കാർബൺ എവിടെയാണെന്നുണ്ടെങ്കിൽ 3 ഡയമെൻഷണൽ ജോമെട്രി നോക്കാൻ നേരത്ത് നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. ദേ ആർ ഓൾ റിമെയിനിങ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് നോൺ പ്ലെയിനർ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പക്കേർഡ് അറേഞ്ച്മെൻറ്റ്. മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് കൺഫർമേഷൻസ് ആണ് പറഞ്ഞത്. വൺ ഈസ് എ ചെയർ ഫോം ആൻഡ് ദി അതർ ഈസ് എ ബോർഡ് ഫോം. അപ്പോൾ ഇത് കൂടാതെ വേറെ 2 കൺഫർമേഷൻസ് കൂടിയുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ തന്നെ ചെയർ ഫോം ഇസ് എ മോസ്റ്റ് സ്റ്റേബിൾ ഫോം എന്നാണ് സാഷമോ തിയറി പ്രപ്പോസ് ചെയ്തത്. അതേസമയം ബോർഡ് ഫോം ലെസ് സ്റ്റേബിൾ ഫോമാണ്. ഇതിനെക്കാട്ടിലും സ്റ്റെബിലിറ്റി കുറഞ്ഞ ഫോംസ് ഉണ്ട്, കൺഫർമേഷൻസ് ഉണ്ട്. അതായത് ചെയർ ഫോം ഈസ് മോർ സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ മോർ സ്റ്റേബിൾ ഫോം. ഇനി അത് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആയത്, അതിന് റീസൺ എന്താണ്, അതേപോലെ തന്നെ വാട്ട് ആർ ദി അതർ കൺഫർമേഷൻസ് അവൈലബിൾ, നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ അക്കോർഡിംഗ് ടു സാഷെമോ തിയറി സൈക്ലോഹെക്സീൻ ഹാസ് ഗോട്ട് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺഫർമേഷൻസ്. അതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ചെയർ കൺഫർമേഷൻ, രണ്ടാമത്തെ ട്വിസ്റ്റഡ് ബോർഡ് കൺഫർമേഷൻ, മൂന്നാമത്തെ ബോർഡ് കൺഫർമേഷൻ ആൻഡ് ഹാഫ് ചെയർ കൺഫർമേഷൻ. അങ്ങനെ 4 കൺഫർമേഷൻസ് ഉണ്ട് നമ്മൾ കണ്ടു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിംഗ് സ്ട്രെയിൻ എത്രയാണ് നമ്മൾ ഇത് നോട്ട് ചെയ്യണം. ഓക്കെ, ചെയർ ഫോം നമ്മൾ പറഞ്ഞു ഏറ്റവും സ്റ്റേബിളാണ് നമ്മൾ പറഞ്ഞു. therefore the ring strain is 0. അതായത് മിനിമം റിംഗ് സ്ട്രെയിൻ മാത്രമേ ചെയർ കൺഫർമേഷൻ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 0 എന്ന് പറയാം, അല്ലെങ്കിൽ നോ സ്ട്രെയിൻ എന്ന് പറയാം ഇൻ ദ കേസ് ഓഫ് ചെയർ ഫോം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് ട്വിസ്റ്റഡ് ബോർഡ്. നെക്സ്റ്റ് വരുന്നത് അതാണ്. അതിൻ്റെ കിലോ കാലറീസ് എത്രയാ റിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 5.5 കിലോ കാലറീസ് പെർ മോളാണ് അതിൻ്റെ റിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട്
Boat conformation. Boat conformation the ring strain is 7 kilocalories per mole and last is half share conformation. അപ്പോൾ ഹാഫ് ഷെയറിൻ്റെ റിംഗ് സ്ട്രെയിൻ നോക്കുക എത്രയാണ് 10 കിലോ കാലറീസ് പെർ മോൾ ആണ്. അതായത് ഏറ്റവും കൂടുതൽ റിംഗ് സ്ട്രെയിൻ ഉള്ള ആളാണ് ഹാഫ് ഷെയർ ഫോംസ്. സോ സ്റ്റെബിലിറ്റി വൈസ് ലീസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്ന ഇതിനായിരിക്കും ഹാഫ് ഷെയർ ഫോമിനെയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ദ ഹയസ്റ്റ് റിംഗ് സ്ട്രെയിൻ, അതായത് 10 കിലോ കാലറീസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആവുന്ന ഈ ടൈപ്പ് ഫോമിലായിരിക്കും, ചെയർ ഫോമിലായിരിക്കും. കാരണം അത് എക്സിസ്റ്റ് ചെയ്യില്ല. ഏറ്റവും കൂടുതൽ എനർജി ഉള്ള സാധനം എപ്പോഴും അതിൻ്റെ സ്റ്റേബിൾ ഫോമിലോട്ട് മാറാൻ ശ്രമിക്കും, വിച്ച് ഈസ് ദ ചെയർ കൺഫർമേഷൻ. കറക്റ്റ്. സോ ചെയർ കൺഫർമേഷൻ ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ആൻഡ് ദ ഹാഫ് ചെയർ കൺഫർമേഷൻ ഇസ് ദ മോസ്റ്റ് അൺസ്റ്റേബിൾ ഫോം. അത് പറയുന്നത് based on the ring strain അല്ലെങ്കിൽ റിംഗ് എനർജി. ഓക്കെ, ആ റിംഗ് സ്ട്രെയിൻ ഏറ്റവും കുറവ് വരുന്നത് ചെയർ ഫോം വിച്ച് വിൽ ബി അറൌണ്ട് 0 ആൻഡ് ഹാഫ് ചെയർ ഫോം വിച്ച് വിൽ ബി അറൌണ്ട് 10 കിലോ കാലറീസ് പെർ മോൾ. ഇനി നെക്സ്റ്റ് എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റെബിലിറ്റി വൈസ് നമുക്കിതിനെ കൺഫർമേഷൻസിനെ വേർതിരിക്കാൻ കഴിയുന്നത്? അപ്പോൾ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ്, പലതരത്തിലുള്ള സ്ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്ട്രെയിനാണ് ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും എക്ലിപ്സ് എന്താണെന്നറിയാം, അല്ലേ? സോളാർ എക്ലിപ്സ് എന്താണെന്നറിയാം. അപ്പം സണ്ണിനെ തൊട്ട് പുറകിലായിട്ട് സണ്ണിന് തൊട്ട് മുന്നിലായിട്ട് മൂൺ വന്നിട്ട് മറയുകയാണ്, അല്ലേ? അപ്പോൾ ഫുള്ളി എക്ലിപ്സ് ആയിട്ട് പോവുകയാണ്. അതായത് നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കില്ല, മുഴുവനായിട്ട് മൂൺ വന്നിട്ട് അതിനൊരു കവർ ചെയ്ത് പോവുകയാണ്, റൈറ്റ്? അപ്പം ഈ ഒരു സെയിം കൺസെപ്റ്റാണ് ടോർഷണൽ സ്ട്രെയിൻ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമുക്ക് പല രീതിയിൽ മോളിക്യൂൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടോർഷണൽ സ്ട്രെയിനെ കുറിച്ചാണ്. അപ്പോൾ ടോർഷണൽ സ്ട്രെയിൻ എവിടെ വരുന്നത്? നമ്മൾ പറഞ്ഞ എക്ലിപ്സ് ആയിട്ടുള്ളൊരു ഫോമിലാണ് ടോർഷണൽ സ്ട്രെയിൻ വരുന്നത്. 2 രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലേ? എക്ലിപ്സ്ഡ് ഫോമും ഉണ്ട്, സ്റ്റാഗർഡ് ഫോമും ഉണ്ട്. എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോളാർ എക്ലിപ്സിൽ എന്താ സംഭവിക്കുന്നത്? ഡയറക്റ്റ്ലി നമ്മുടെ സണ്ണിനെ മറിഞ്ഞുകൊണ്ട് മൂന്ന് വരികയാണ്, അല്ലേ? ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ആൾക്കാരെ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് രണ്ടും ഒരേ രീതിയിലാണ് ഒന്നിൻ്റെ പുറകിലായിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കതിനെ മാക്സിമം തിരിച്ചറിയാൻ സാധിക്കുമോ ഒന്നിൻ്റെ പുറകിൽ ബാക്കിൽ വേറെ ആൾ നിൽപ്പുണ്ട് എന്നുള്ളത്? നമുക്ക് മനസ്സിലാവില്ല, അല്ലേ? ആ ഒരു ഇതിനെയാണ് എക്ലിപ്സ്ഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വന്ന് കഴിയുമ്പോഴെന്താ സംഭവിക്കുക? നമുക്കറിയാം ഇത് രണ്ടും CH ബോണ്ടാണ്, അല്ലേ? ഇതും ഇവിടെ ഒരു CH ബോണ്ട് വരുന്നുണ്ട്, അതിൻ്റെ പുറകിലുള്ള ആൾക്കും ഇതേപോലൊരു CH ബോണ്ട് വന്നിട്ടുണ്ട്, റൈറ്റ്? അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എന്താ പറയുക, തൊട്ട് പുറകിലായിട്ട് വരുമ്പം മിനിമം ഡിസ്റ്റൻസ് അപ്പാർട്ടാണ്. അപ്പം അവിടെ ഒരു റിപ്പൾഷൻ സംഭവിക്കും. പക്ഷേ റിപ്പൾഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഇടയിൽ ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലേ? നമുക്കറിയാം ഒരു CH ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ. എന്നിട്ടാണല്ലോ ഒരു കോവലന്റ് ബോണ്ടായിട്ട് മാറുക. സോ അന്നേരം CH ബോണ്ട് 2 CH ബോണ്ട് ഒന്നിൻ്റെ പുറകിലായിട്ട് മറ്റേത് വന്ന് അലൈൻ ചെയ്ത് നിൽക്കുമ്പോൾ ദർ വിൽ ബി റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ കോവലന്റ് ബോണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ പുറകിലിരിക്കുന്ന ആളുടെ ഇടയിലും റിപ്പൾഷൻ സംഭവിക്കും. അപ്പോൾ ഈ 2 ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് ആ ഒരു ബോണ്ട് റിപ്പൾഷൻ കാണാൻ സാധിക്കും. അതിനെയാണ് ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ഫോം എവിടെ കാണാൻ സാധിക്കുക? വെൻ ഇറ്റ് ഈസ് ഇൻ ദ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഏറ്റവും കുറവ് കാണാൻ സാധിക്കുന്നത് വെൻ ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റാഗർഡ് കൺഫർമേഷൻ. കറക്റ്റ്. ഈ ഒരു ടോർഷണൽ സ്ട്രെയിൻ എന്ന് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് ദ സ്ട്രെയിൻ കോസ്ഡ് ഡ്യൂ ടു ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ കോവലന്റ് ബോണ്ട്, റൈറ്റ്? ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റെറിക് സ്ട്രെയിൻ ആണ്. അപ്പം സ്റ്റെറിക് സ്ട്രെയിൻ ഇസ് ഓൾസോ നോൺ ആസ് ദ വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ. അപ്പം എന്താ സ്റ്റെറിക് ഇൻട്രാക്ഷൻ? നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആണ്. 2 സിമിലർ മോളിക്യൂൾസ് അല്ലെങ്കിൽ 2 ബൾക്കി മോളിക്യൂൾസ് അടുത്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും, മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അന്നേരം വരുന്ന സ്ട്രെയിനെയാണ് നമ്മൾ സ്റ്റെറിക് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്, ഓൾസോ നോൺ ആസ് ദി വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ, അല്ലേ? അപ്പോൾ അത് ബൾക്കി ഗ്രൂപ്പിൻ്റെ ഇടയിലാണെങ്കിൽ മാക്സിമം സ്റ്റെറിക് സ്ട്രെയിൻ ഉണ്ടാവും. അതേസമയം കുറച്ചും കൂടി ചെറിയ ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ സ്റ്റെറിക് സ്ട്രെയിൻ കുറയും, അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ CH3 അടുത്ത് വരികയാണെങ്കിൽ ഇത് ഉള്ളതിൽ വെച്ചിട്ട് വലിപ്പം കൂടിയ ഗ്രൂപ്പാണ്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്റ്റെറിക് ഇൻട്രാക്ഷൻ മാക്സിമം ആയിരിക്കും, കറക്റ്റ്? അപ്പോൾ ഇതാണ് സ്റ്റെറിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ സ്റ്റെറിക് സ്ട്രെയിൻ ഇസ് ഓൾസോ നോൺ ആസ് എ വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ.
and is because of two atoms or groups coming close to each other in a molecule. അല്ലേ, രണ്ടെണ്ണം അടുത്ത് വരുമ്പോൾ വിത്തിൻ ദ സെയിം മോളിക്യൂൾ, ഒരേ മോളിക്യൂൾ അത് തന്നെയാണ് കേട്ടോ. അന്നേരം ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനെയാണ് നമ്മൾ വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ വിളിക്കുക. ഇനി ഇത് ഓരോ കൺഫർമേഷൻസിൽ എങ്ങനെയാണ് ഈ സ്ട്രെയിനുകൾ വരുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയത് ബെയർ സ്ട്രെയിൻ പ്രകാരം, സ്ട്രെയിൻ തിയറി പ്രകാരം സൈക്ലോഹെക്സെയിൻ ഇസ് എ പ്ലെയിനർ അറേഞ്ച്മെന്റ് അല്ലേ. പക്ഷേ ഈ പറയുന്ന സെഷമോ തിയറി പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് ദ മാക്സിമം സ്ട്രെയിൻ. റിംഗ് സ്ട്രെയിൻ ഏറ്റവും കൂടുതലുള്ള അറേഞ്ച്മെന്റ് ആണ് പ്ലെയിനർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതിന് കാരണം അതിൽ ഏറ്റവും കൂടുതൽ റിംഗ് സ്ട്രെയിൻ കാണാൻ സാധിക്കും. അതായത് നമുക്കറിയാം 10.5 ഡിഗ്രി ഡീവിയേഷൻ ഫ്രം ദ നോർമൽ ടെട്രാഹെഡ്രൽ ആംഗിൾ അവിടെ പ്രസന്റ് ആണ് അല്ലേ. അപ്പോൾ അതിനൊരു മാക്സിമം റിംഗ് സ്ട്രെയിൻ ഉണ്ടാവും. അതായത് ഏകദേശം ഒരു 20 കിലോ കാലറീസ് പെർ മോളാണ് ഉണ്ടെന്നാണ് പറയുന്നത്. ആംഗിൾ സ്ട്രെയിൻ പ്രസന്റ് ആണ് നമുക്കറിയാം, കറക്റ്റ്, ബിക്കോസ് ദർ ഇസ് ഡീവിയേഷൻ ഫ്രം ദി നോർമൽ ടെട്രാഹെഡ്രൽ ആംഗിൾ. പിന്നെ ടോർഷൻ സ്ട്രെയിനും പ്രസന്റ് ആണ്, ബിക്കോസ് ദർ ഇസ് എല്ലാ കാർബൺ ആറ്റം എടുത്ത് നോക്കിയാലും C1 തൊട്ട് C6 വരെയുള്ള എല്ലാ കാർബൺ ആറ്റം നോക്കിയാലും നമുക്ക് എന്ത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്, വി ക്യാൻ ഫൈൻഡ് ടോർഷൻ സ്ട്രെയിൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എക്ലിപ്സ്ഡ് കൺഫർമേഷനോട് വരും. അന്നേരം CH ബോണ്ട് മാക്സിമം അടുത്തടുത്തായിട്ട് എക്ലിപ്സ്ഡ് പൊസിഷനിൽ വന്ന് നിൽക്കുകയാണ്. അന്നേരം അവിടെ മാക്സിമം ബോണ്ട് ഇൻട്രാക്ഷൻ വരും, വിച്ച് ഇൻക്രീസസ് ദി സ്ട്രെയിൻ ഓഫ് ദി മോളിക്യൂൾ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടോർഷണൽ സ്ട്രെയിൻ അല്ലേ. അപ്പം അന്നേരം മാക്സിമം ടോർഷണൽ സ്ട്രെയിൻ ആയിരിക്കും. ഇപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന പ്ലെയിനർ അറേഞ്ച്മെന്റ് ഓഫ് സൈക്ലോഹെക്സെയിന് മാക്സിമം റിംഗ് സ്ട്രെയിൻ വരുത്താൻ കാരണം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, അവിടെ സ്റ്റെബിലിറ്റി കുറയും. ഇതേപോലെ തന്നെ സ്റ്റെറിക് സ്ട്രെയിനും നമുക്ക് എല്ലാ കാർബൺ ആറ്റത്തിലും കാണാൻ സാധിക്കും, ബിറ്റ്വീൻ ദ ഹൈഡ്രജൻസ് പ്രസന്റ് ഇൻ ഓൾ ദ കാർബൺ ആറ്റംസ്. അപ്പോൾ മെയിനായിട്ട് എല്ലാ സ്ട്രെയിനുകളും അവിടെ ഉണ്ട്. ആംഗിൾ സ്ട്രെയിൻ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റെറിക് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ ഉണ്ട്, പിന്നെ ടോർഷണൽ സ്ട്രെയിനും ഉണ്ട് അല്ലേ. ഇതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സൈക്ലോഹെക്സെയിൻ ഇൻ പ്ലെയിനർ അറേഞ്ച്മെന്റ് വിൽ ബി ദ ലീസ്റ്റ് സ്റ്റേബിൾ, റൈറ്റ്. ഇനി നമുക്കറിയാം ഹൈഡ്രജൻ നമ്മൾ മൊത്തം 12 ഹൈഡ്രജൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് ഓറിയൻറ്റേഷൻ. അത് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹൈഡ്രജനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. 2 പൊസിഷനാണ് പറയുന്നത്. വൺ ഈസ് ദ ആക്സിയൽ പൊസിഷൻ ആൻഡ് ദ സെക്കൻഡ് ഇസ് ഇക്വറ്റോറിയൽ പൊസിഷൻ. അപ്പോൾ ആക്സിയൽ പൊസിഷൻ എന്ന് വെച്ചാൽ എന്താ, നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് അല്ലേ, മറ്റേതോ പാരലൽ ആയിട്ട് പോകുന്നത്. സോ ദിസ് ഇസ് ആക്സിയൽ പൊസിഷൻ ആൻഡ് ദി അതർ ഇസ് ദ ഇക്വറ്റോറിയൽ പൊസിഷൻ അല്ലേ. അപ്പോൾ ഈ ആക്സിയൽ പൊസിഷനിൽ തന്നെ 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ആക്സിയൽ അപ്പും ഉണ്ട്, ആക്സിയൽ ഡൗണും ഉണ്ട്. അതേപോലെ ഇക്വറ്റോറിയലിലും വരും, ഇക്വറ്റോറിയൽ അപ്പ് ആൻഡ് ഇക്വറ്റോറിയൽ ഡൗൺ. അപ്പം നമ്മൾ ഈ ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ഒന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ബുദ്ധിമുട്ട് വരിക. അപ്പം അതിന് ഈ ഒരു സ്ട്രക്ചർ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ മുകളിലേക്കാണ് പോകുന്നത് അല്ലേ. സോ ദിസ് ഇസ് ആക്സിയൽ അപ്പ്. ഇനി അതേപോലെ താഴത്തേക്ക് വരുമല്ലോ, അന്നേരം അതെന്താവും, ആക്സിയൽ ഡൗൺ അല്ലേ. ഇതേപോലെ ഇക്വറ്റോറിയലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇക്വറ്റോറിയൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമിലർലി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇക്വറ്റോറിയൽ മേളിലേക്ക് പോകുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. സോ ദിസ് ഇസ് ഇക്വറ്റോറിയൽ അപ്പ്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴത്തേക്ക് വരുന്ന ഒരാളുണ്ടല്ലോ, സോ ദാറ്റ് വിൽ ബി ഇക്വറ്റോറിയൽ ഡൗൺ അല്ലേ. ഇപ്പോൾ നമ്മൾ മേളിൽ നോക്കുമ്പോൾ പക്ഷേ ഈ പറയുന്ന ആക്സിയൽ ഇക്വറ്റോറിയൽ ഒന്നും നമുക്ക് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും അല്ലേ, ഇക്വറ്റോറിയൽ ഏതാണ്, ആക്സിയൽ ഏതാണ്, ആക്സിയൽ അപ്പ്, ആക്സിയൽ ഡൗൺ, അത് നമുക്ക് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഈ ഒരു രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, അതിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഇവിടെ ആക്സിയൽ അപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അതേപോലെ ആക്സിയൽ ഡൗൺ കാണാൻ സാധിക്കുന്നുണ്ട്, ഇക്വറ്റോറിയൽ ഡൗൺ കാണാൻ സാധിക്കും, ഇക്വറ്റോറിയൽ അപ്പ് കാണാൻ സാധിക്കും അല്ലേ. ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇക്വറ്റോറിയൽ ഡൗൺ ആൻഡ് ഇക്വറ്റോറിയൽ അപ്പ് ആൻഡ് ഇക്വറ്റോറിയൽ ഡൗൺ എന്ന് പറയുമ്പോൾ അല്ലേ. അതേപോലെ തന്നെ ആക്സിയൽ അപ്പും ഉണ്ട്, ആക്സിയൽ ഡൗണും ഉണ്ട്. പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമുക്ക് ഹൈഡ്രജൻ തന്നെ പല രീതിയിലുള്ള ഹൈഡ്രജൻസ് അറേഞ്ച്മെന്റ്സ് ഈ പറയുന്ന സൈക്ലോഹെക്സെയിൻ്റെ കൺഫർമേഷനിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ചെയർ ഫോമിൽ നമ്മൾ പറഞ്ഞു ദർ വിൽ ബി ദ ലീസ്റ്റ് ആംഗിൾ സ്ട്രെയിൻ. അപ്പോൾ പറയപ്പെടുന്നതിൽ എല്ലാത്തിനും ഓൾമോസ്റ്റ് 109 ഡിഗ്രി
ആംഗിളുണ്ട്. അതായത് നമുക്കറിയാം ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിളിൽ വളരെ അടുത്ത് കിടക്കുന്നതായതുകൊണ്ട് തന്നെ ആംഗിൾ സ്ട്രെയിൻ വളരെ കുറവായിരിക്കും അല്ലേ. സോ ഇത് പറയുന്ന മൊത്തത്തിൽ സൈക്ലോഹെക്സൈൻ്റെ റിംഗ് സ്ട്രെയിൻ ഇസ് ഫോണ്ട് ടു ബി വെരി ലെസ് ഓർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 കിലോ കാലറീസ് പെർ മോൾ. അതുകൊണ്ടാണ് അതിന് മാക്സിമം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ റീസൺസ് ഉണ്ടല്ലോ, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബോണ്ട് ആംഗിൾ ഇസ് വെരി ക്ലോസ് ടു 109 ഡിഗ്രി. അപ്പോൾ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ അടുത്തായതുകൊണ്ട് ആംഗിൾ സ്ട്രെയിൻ വിൽ ബി മിനിമം. അടുത്തായിട്ട് സ്റ്റെറിക് വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ വളരെ കുറവായിരിക്കും. അതിന് കാരണം എല്ലാം എന്താ പറയുക, മാക്സിമം ഡിസ്റ്റൻസ് അപ്പാർട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിയർ ബൈ ആയിട്ട് വരില്ല ഇൻ ദ കേസ് ഓഫ് ബോട്ട് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അന്നേരം ആ സ്റ്റെറിക് ഇൻട്രാക്ഷൻ കുറയുന്നതുകൊണ്ട് തന്നെ സ്റ്റെറിക് സ്ട്രെയിൻ അവിടെ കുറവായിരിക്കും. ഇനി ടോർഷൻ സ്ട്രെയിൻ ഇതേപോലെ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എക്ലിപ്സ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് കാണാൻ സാധിക്കില്ല. സോ ദേ ആർ ഓൾ മോസ്റ്റ്ലി ഇൻ ദ സ്റ്റാഗേർഡ് പൊസിഷൻ. അപ്പോൾ ആ രീതിയിലുള്ള ടോർഷണൽ സ്ട്രെയിൻ നമുക്ക് ചെയർ ഫോമിൽ കാണാൻ സാധിക്കുന്നില്ല. ദെയർഫോർ ദ ചെയർ ഫോം ഇസ് സെറ്റ് ടു ബി ദ മോസ്റ്റ് സ്റ്റേബിൾ. അതിലുള്ള റിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അറൗണ്ട് 0 കിലോ കാലറീസ് പെർ മോൾ. അതായത് ഒന്നുമില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തതാണ് ട്വിസ്റ്റഡ് ബോട്ട്. ട്വിസ്റ്റഡ് ബോട്ടിൽ ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ റിംഗ് സ്ട്രെയിൻ വരുന്നത്? 5.5 കിലോ കാലറീസ് പെർ മോൾ റിംഗ് സ്ട്രെയിൻ വന്നു. അതായത് 0 അല്ല അല്ലേ, നമ്മൾ നേരത്തെ കണ്ടുപോലെ ചെയർ പോലെയല്ല, ഇതിൽ ചെറിയൊരു സ്ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആംഗിൾ സ്ട്രെയിൻ മിനിമം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വേരിയേഷൻ ഇല്ല. പക്ഷെ അതല്ലാതെ വേറെ രണ്ടെണ്ണം ഉണ്ടല്ലോ. ഏതൊക്കെ സ്ട്രെയിൻസ് അത്? വാൻ ഡെർ വാൾസ് സ്ട്രെയിനും അത് അല്ലെങ്കിൽ സ്റ്റെറിക് സ്ട്രെയിനും പിന്നെ അതേപോലെ ടോർഷണൽ സ്ട്രെയിൻ. ഇത് രണ്ടും പ്രസന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ടു ആൻ എക്സ്റ്റെൻറ്റ് വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ കുറവാണ്. പക്ഷെ ഇതിൽ മെയിനായിട്ട് പറയുന്ന ടോർഷണൽ സ്ട്രെയിൻ്റെ കാര്യമാണ്. ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ, അതായത് ട്വിസ്റ്റഡ് ബോട്ട് ഫോമിൽ ടോർഷണൽ സ്ട്രെയിൻ ആണ് മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി അതിൻ്റെ പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. C4 C5 ആൻഡ് C4 C3. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന പൊസിഷൻസ് C4 C5 ആൻഡ് C4 C3. അപ്പോൾ എന്താണ് ടോർഷൻ സ്ട്രെയിൻ എന്നുള്ളത് നമുക്കറിയാം. അതായത് എക്ലിപ്സ്ഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, അവിടെയുള്ള CH ഹൈഡ്രജൻസിൻ്റെ ഇടയിൽ വരുന്നത് കൊണ്ടാണ് അവിടെ ടോർഷൻ സ്ട്രെയിൻ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സംഭവം നമുക്ക് എവിടെ കാണാൻ പറ്റും? വെൻ ദർ ഇസ് എ ട്വിസ്റ്റഡ് ബോട്ട് അറേഞ്ച്മെൻറ്റ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ബാക്കി രണ്ടെണ്ണം കുഴപ്പമില്ല. ആംഗിൾ സ്ട്രെയിനും മിനിമം ആണ്, അതേപോലെ സ്റ്റെറിക് അല്ലെങ്കിൽ വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ ഇസ് ഓൾസോ മിനിമം. അപ്പോൾ ആ പ്രശ്നം അവിടെ ഇല്ല. ഇനി അടുത്തത് ബോട്ട് കൺഫർമേഷൻ. എത്രയാ അതിൻ്റെ മറ്റേ റിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 7 കിലോ കാലറിയാണ്. അപ്പോൾ 5.5 നിന്നും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സ്ട്രെയിനാണെന്ന് നോക്കാം. ആംഗിൾ സ്ട്രെയിൻ അല്ല, ആംഗിൾ സ്ട്രെയിൻ ബിക്കോസ് അതെല്ലാം ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിളിൽ അടുത്ത് കിടക്കുന്ന കാരണം ആംഗിൾ സ്ട്രെയിൻ മിനിമം ആണ്. അതേസമയം സ്റ്റെറിക് അല്ലെങ്കിൽ വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ ഈ കേസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത് പറയുന്നത് C1 ആൻഡ് C4 പൊസിഷൻ. അതായത് ഇതാണ് C1 പൊസിഷൻ ആൻഡ് ദിസ് ഇസ് C4 പൊസിഷൻ. ഇതിലുള്ള ഹൈഡ്രജൻസിൻ്റെ ഇടയിൽ ദർ ഈസ് സ്റ്റെറിക് റിപ്പൾഷൻ അല്ലെങ്കിൽ സ്റ്റെറിക് ഇൻട്രാക്ഷൻ. അപ്പോൾ അവിടെ സ്റ്റെറിക് സ്ട്രെയിൻ വരുന്നുണ്ട്. ഇനി ടോർഷണൽ സ്ട്രെയിൻ പ്രസൻ്റ് ആണോ? ടോർഷണൽ സ്ട്രെയിനും പ്രസൻ്റ് ആണ്. എവിടെയാ? ബിറ്റ്വീൻ ദ 4 കാർബൺ ആറ്റംസ് പ്രസൻറ്റ് ഇൻ C2 ആൻഡ് C3. ഈ ഒരു പൊസിഷനിൽ C2 ആൻഡ് C3യിലുള്ള 4 ഹൈഡ്രജൻസ് ദേ ആർ ഹാവിങ് 4 ഹൈഡ്രജൻസ് വരുന്ന CH ബോണ്ടിൻ്റെ ഇടയിൽ ദർ ഈസ് ടോർഷൻ സ്ട്രെയിൻ, അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് റിപ്പൾഷൻ വരും ബിക്കോസ് ഓഫ് ദി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഓക്കെ, അതവിടെ പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ അല്ലെങ്കിൽ സ്റ്റെറിക് സ്ട്രെയിനും കാണാൻ സാധിക്കും ബിറ്റ്വീൻ ദ ഹൈഡ്രജൻസ് ഇൻ C1 ആൻഡ് C4 പൊസിഷൻ. ഇനി അതേപോലെ C2 ആൻഡ് C3യിൽ യു ക്യാൻ ഓൾസോ ഫൈൻഡ് ടോർഷൻ സ്ട്രെയിൻ ബിക്കോസ് ഓഫ് ദി എക്ലിപ്സ്ഡ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അത് കാരണം ബോട്ട് കൺഫർമേഷൻ്റെ സ്ട്രെയിൻ വീണ്ടും കൂടുകയാണ്. ഇറ്റ് ബിക്കം 7 കിലോ കാലറീസ് പെർ മോൾ. ഇനി ലാസ്റ്റ് പറയുന്നത് ഹാഫ് ചെയർ കൺഫർമേഷൻ ഓഫ് സൈക്ലോഹെക്സൈൻ, അല്ലെങ്കിൽ ഇതാണ് ലീസ്റ്റ് സ്റ്റേബിൾ ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആംഗിൾ സ്ട്രെയിൻ പ്രസൻ്റ് ആണോ? യെസ്, ആംഗിൾ സ്ട്രെയിൻ പ്രസൻ്റ് ആണ് അറ്റ് പൊസിഷൻ എവിടെയാ? ഈ ഒരു പൊസിഷനിൽ C4 പൊസിഷനിൽ
ആ ഒരു ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആംഗിൾ സ്ട്രെയിൻ അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ, വേറൊരു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ദർ ഹിസ്റ്ററിക് അല്ലെങ്കിൽ വാൻ ഡെർ വാൾസ് സ്ട്രെയിൻ. അതും പ്രസൻ്റ് ആണ് ബിറ്റ്വീൻ ദ C1 ആൻഡ് C4 ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ ഈ ഒരു C1 പൊസിഷൻ ആൻഡ് C4 പൊസിഷനിലുള്ള ഹൈഡ്രജൻസ് തമ്മിൽ അവിടെ പറയുന്നത് ദർ ഈസ് എ പ്രസൻസ് ഓഫ് വാൻ ഡെർ വാൾസ് അല്ലെങ്കിൽ സ്റ്റെറിക് സ്ട്രെയിൻ. ഇനി ടോർഷണൽ സ്ട്രെയിൻ പ്രസൻ്റ് ആണോ, അതും പ്രസൻ്റ് ആണ് ബിറ്റ്വീൻ ദ CH bonds of C3, C4 ആൻഡ് C5. അതായത് ഈ സ്ഥലത്ത് നല്ല രീതിയിൽ ടോർഷൻ സ്ട്രെയിൻ പ്രസൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ഹാഫ് ഷെയർ കൺഫർമേഷൻ. ഇത് കൂടാതെ ഒരു പാർഷ്യൽ എക്ലിപ്സ്ഡ് ഫോം വരുന്നുണ്ട് ബിറ്റ്വീൻ C2 ആൻഡ് C3. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പാർഷ്യൽ എക്ലിപ്സ്ഡ് വരുന്നത് കാരണം അവിടെയും ഒരു ടോർഷൻ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ കാണപ്പെടുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഹാഫ് ഷെയർ ഫോം. അത് കാരണം തന്നെയാണ് അതിൻ്റെ ആംഗിൾ സ്ട്രെയിൻ. റിംഗ് സ്ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് ആയിരിക്കും, ദാറ്റ് വിൽ ബി അറൗണ്ട് 10 kcal per mole. ഓക്കെ, ഇനി നമുക്കൊരു എനർജി ഡയഗ്രാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. 0 kcal കിടക്കുന്ന ആളാരാ, ഷെയർ കൺഫർമേഷനാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് രണ്ട് രീതിയിൽ നമുക്ക് വരയ്ക്കാം. അത് മൂവ് ചെയ്ത് വരുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് കിട്ടും ഷെയർ ഫോം. നെക്സ്റ്റ് ഹാഫ് ഷെയർ ഫോം, അത് ഹയസ്റ്റ് എനർജി വിച്ച് ഇസ് 10 kcal per mole. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ വരുന്ന ആളാണ് ബോട്ട് ഫോം. ബോട്ടിന് എത്ര വരിക, 7 kcal per mole. ട്വിസ്റ്റഡ് ബോട്ടിന് യു വിൽ ഫൈൻഡ് 5.5 kcal per mole. ഓക്കെ, വാല്യൂസ് ചില ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. So the most stable form is a chair form and least stable form is the half chair form. Okay, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തിയറി റിലേറ്റഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.